ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. കാഴ്ചകളെന്ന് പറയുന്നത് കുറച്ച് ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റിലും അമ്മ നിറയെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ദാ പടവലം ഉണ്ടായിട്ടുണ്ട്. പടവലമൊക്കെ കുറേ ഉണ്ടായിരുന്നേ. ഞാനെപ്പോൾ പോയാലും ഓരോന്നൊക്കെ പറിച്ചെടുത്ത് കൊണ്ടുവരും. പിന്നെ ഇതാ തക്കാളി ഉണ്ട്. തക്കാളി ഇതുപോലെ ഇപ്പോൾ കുറേയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതാണ്. ഇതാണെങ്കിൽ ഒരു വാഴയ്ക്കൊപ്പം വളർന്നിട്ടാണ് ഇത് പൂവിടാനും കായ്ക്കാനൊക്കെ തുടങ്ങിയത്. നല്ല ഹൈറ്റ് ഉണ്ട്. പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് താഴെ വീഴാതെ. പിന്നെ ഇതാ നമുക്ക് മുളകുണ്ട്, പച്ചമുളക്. മുളക് പിന്നെ എപ്പോഴും ഉണ്ടാവും. ഒരു തൈയെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല മുളകിൻ്റെ. ഇപ്പോൾ ഇതാ തൈര് മുളകുണ്ട്. തൈര് മുളക് ഒരു നെയ്യിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അത് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയാൽ ഒരു നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് വരും. പിന്നെ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ചീരാമുളകുണ്ട്. ഇത് ഉപ്പിലിട്ട് വെച്ചാൽ കൂട്ടാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ചോറിനായാലും കഞ്ഞിക്കായാലും അത് കൂട്ടി തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ എന്താ നമുക്ക് പപ്പായ ഉണ്ട്. പപ്പായ ഇപ്പോൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ. 3-4 തൈ വേറെ ഉണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞു വഴുതിന ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇത് റോബസ്റ്റാണ്. റോബസ്റ്റ് ഇപ്പോൾ ചെറിയൊരു കൊലയാണ് ഇതിലുണ്ടായത്. കറിവേപ്പിൻ്റെ തൈ പിടിച്ച് വരുന്നുണ്ട്. ഇത് വാളങ്ങയാണ്. വാളങ്ങ എന്ന് തന്നെയാണോ ഇതിന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളിവിടെ വാളങ്ങ എന്നാണ് പറയുക. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് പറയണേ. ഉപ്പേരി വയ്ക്കുന്ന ഐറ്റമാണ്. പക്ഷേ എനിക്കിത് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. കുറച്ചൊക്കെ വല്ലപ്പോഴൊക്കെ കൂട്ടുന്നല്ലാണ്ട് ഇതാണെങ്കിൽ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് ഉണ്ടാകും. എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും ഇത് ഓരോ വിത്താകുമ്പോൾ കൊണ്ടുപോയി കുഴിച്ചിടും. അതാണെങ്കിൽ പെട്ടെന്ന് വളരുകയും ചെയ്യും. ഇതൊന്നും കൂടാണ്ട് വീട്ടിൽ തണുപ്പും തണലൊക്കെ നൽകാൻ വേണ്ടിയിട്ട് 3 വലിയ മാവും ഒരു പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ 2 മാവ് കായ്ക്കണതാണ്. അതിൽ ഒന്നിലെ മാങ്ങ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ബാക്കി കിളിക്ക് കാണാനൊക്കെ പോകും. അത്ര ഹൈറ്റിലാണ് മാങ്ങ ഉണ്ടായിരിക്കുന്നത്. വളരെ കുറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഈ എല്ലാ ചെടികളും മരങ്ങളും ഒക്കെ അമ്മ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ മാങ്ങയൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ചൂടത്ത് വീട്ടിൽ പോയിരിക്കാൻ നല്ല സുഖം. നമുക്ക് ഫാനൊന്നും വേണമെന്നില്ല. നല്ലൊരു തണുപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.